നമസ്കാരം. പതിവ് പോലെ ജനകീയ വാർത്താ നേരം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, അധികൃതരുടെ അനാസ്ഥ, സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ, ഇതെല്ലാം ജനങ്ങളെ അറിയിക്കാനുള്ള നേരമാണ്. പ്രേക്ഷകരുമൊത്തുള്ള ഒരു സംയുക്ത വാർത്താ യാത്ര കൂടിയാണ്. ഇന്നും വിവിധ വിഷയങ്ങളുണ്ട് പറയാൻ. ഞാൻ പ്രജൻസി കണ്ണൻ. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം നമുക്ക് കോഴിക്കോട്ട് നിന്ന് തുടങ്ങാം. അവിടെ കുറെ നാളുകളായുള്ള ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞു വരുന്നത് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരത്തെക്കുറിച്ചാണ്. ജനജീവിതം ദുസ്സഹമാക്കുന്ന മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് ഇപ്പോൾ ജനകീയ സമരസമിതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഫ്രഷ് വായു ശ്വസിക്കാൻ ഇനിയും എത്ര നാൾ സമരം ചെയ്യണം എന്ന് അവിടുത്തുകാർ ചോദിക്കുന്നു. കാണാം താമരശ്ശേരിയിൽ നിന്നും ദിലീഷ തിലകൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. നാലായിരത്തോളം കുടുംബങ്ങളാണ് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഗുരുതരമായ പാരിസ്ഥിതിക മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുവെന്ന നാട്ടുകാരുടെ നിരന്തരമായ പരാതികളെല്ലാം 6 വർഷങ്ങൾക്കിപ്പുറവും കടലാസിൽ തന്നെ. ശുദ്ധജലമോ ശുദ്ധവായുവോ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി മാത്രം പോരാടുന്ന ജനങ്ങളെ കാണാം ഇവിടത്തെ സമരപന്തലിൽ. 6 വർഷമായി പറയുകയാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഈ മണ്ണിൽ ആരോഗ്യത്തോടെ ജീവിച്ചു പോകണമെന്ന് മാത്രമാണ് ആവശ്യം. ഫ്രഷ് കട്ട് എന്ന കോഴി അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി മൂലം തീരാ ദുരിതത്തിലായത് 4000-ലധികം കുടുംബങ്ങളാണ്. മനുഷ്യന്റെ ഏറ്റവും മൗലികമായ അവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെടുകയാണ് ഇവിടെ. തൊട്ടടുത്തുള്ള 2500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിനും രക്ഷയില്ല. ദുർഗന്ധം സഹിച്ചാണ് വിദ്യാർത്ഥികൾ ഓരോരുത്തരും ക്ലാസ്സിലിരിക്കുന്നത്. ഈ വിദ്യാലയം വരെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷെ ഇതൊരു ജനത സമരം ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലെ ശുദ്ധവായുവും ശുദ്ധജലവും സംരക്ഷിക്കുക, ഞങ്ങൾക്ക് കുടിക്കാനുള്ള പച്ചവെള്ളം തരിക, ഞങ്ങളെ വായു മലിനമാക്കാതിരിക്കുക. ഈ ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ ഇത്രയും കാലം ഉയർത്തി ഈ 7 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ മാറി വരുന്ന സർക്കാരുകളോടും നിയമത്തോടും ഈ ഇവിടുത്തെ അധികാരവർഗങ്ങളോടൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങൾ ജീവിക്കാൻ മാത്രമല്ല അതിജീവനത്തിനും കൂടെ കൂടിയിട്ടാണ്. കാരണം അവർ പിറന്ന മണ്ണ്, ആ മണ്ണിൽ ജീവിക്കാനുള്ള ഒരു അവകാശം അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ബോധ്യം വരുമ്പോൾ അതിൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതല്ലാതെ അധികാരത്തിനെതിരെയോ അല്ലെങ്കിൽ അധികാരവർഗത്തിനെതിരെയോ പ്രത്യേകിച്ച് പോലീസിനെതിരെയോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഒരു അജിറ്റേഷന്റെ ഭാഗമല്ല ഇത്. മഴ കനത്താൽ ഫ്രഷ് കട്ടിലെ കോഴി മാലിന്യങ്ങൾ ഇരുതുള്ളിപ്പുഴയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഫാക്ടറിക്കുള്ളിൽ നിന്ന് ഒഴുക്കിവിടുന്നത് വേറെയും. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പുഴയിൽ കുളിച്ചവരും പുഴയിലെ വെള്ളം കുടിച്ചവരുമെല്ലാം ഇന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ദുരിതം പേറി ജീവിക്കുന്നു. ത്വക്ക് രോഗങ്ങളും ശ്വാസസംബന്ധമായ പ്രശ്നങ്ങളും ഇല്ലാത്തവർ ഇവിടെയില്ല. പിറന്നു വീഴുന്ന കുട്ടികൾ പോലും ഈ ദുരന്തത്തിന് ഇരയാകുന്നു എന്നതാണ് ഒരു നാടിനെയാകെ ഈ സമരപന്തലിൽ എത്തിച്ചത്. വേനൽക്കാലത്ത് ഈ പുഴ വെള്ളം കൈയോട് തൊടാൻ കൂടി പറ്റൂല. ഇപ്പം പിന്നെ അങ്ങനെ അറിയൂല. ഈ കൊല്ലായിട്ട് നിരന്തരം ഇല്ല ഈ ശരി എന്ന് പറഞ്ഞ ഇത് പുഴയിൽ കൊണ്ടുവരിക. ഞാൻ അതിൻ്റെ ഒരു ഇരയും കൂടിയാണ്. പുഴയിൽ ഒരുപാട് കാലത്ത് സംഗതി ഓർമ്മയിലാണ് കുളിച്ചു കഴിഞ്ഞു. കുളിച്ചിട്ട് വയ്യ അലർജി കയറി. അതിൻ്റെ ഇപ്പോഴും ചികിത്സ. ഈ പ്രിൻസിപ്പാളെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ തുടരാൻ കഴിയൂല, ഭയങ്കര പ്രയാസമാണ്, കുട്ടികളാരും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അവർക്കൊന്നും ക്ലാസ് എടുക്കാൻ പറ്റില്ല. അമ്മാതിരി രാവിലെ 9 മണി 8 മണിക്കൊക്കെ സ്കൂൾ തുടങ്ങുന്ന 10 മണിക്കൊക്കെയാണ്, അല്ല രാത്രിയിലല്ല സ്റ്റുഡൻറ് വരുന്നത്. അമ്പലമുക്കിലെ സമരപന്തലിൽ നിന്ന് ഫ്രഷ് കട്ട് പ്ലാന്റിലേക്ക് പോകുന്ന വഴിയിലേക്ക് പ്രക്ഷോഭവേദി മാറ്റി. പെരുമഴയത്തും വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ തങ്ങൾക്കിവിടെ ജീവിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പ്ലാന്റിലേക്ക് വാഹനങ്ങൾ എത്തിയാൽ തടയാനായി രാപ്പകൽ ജനം കാവലിരുന്നു. സമരത്തിന് പിന്തുണയുമായി ജനപ്രതിനിധികളടക്കം എത്തി. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് എന്നോടൊപ്പം ഉള്ളത്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഭരണസമിതിയുടെയോ പ്രസിഡന്റിന്റെയോ അറിവോടുകൂടിയല്ല കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ്. മാത്രമല്ല പ്രസിഡന്റിനെ പോലും മറച്ചു വെച്ചുകൊണ്ട്, പ്രസിഡന്റിനെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് അത്തരമൊരു റിപ്പോർട്ട്. അത് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ പരിശോധിച്ചപ്പോൾ ഇത് ആദ്യമായിട്ടല്ല. എല്ലാ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച 13-ാം തീയതി
എന്തായാലും ആ കേസിൽ ഞങ്ങൾക്ക് അന്തിമ വിജയം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇനി അന്തിമ വിജയം ഉണ്ടാവുന്നത് വരെ നേരത്തെ MLA മാരൊക്കെ പറഞ്ഞ പോലെ ഫിറോസിൻ്റെ നേതൃത്വത്തിലുള്ള സമരമാണ്. ഈ സമരത്തിൽ പറഞ്ഞതുപോലെ അന്തിമ വിധി ഉണ്ടാവുന്നവരെ ഫ്രഷ് കട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് തീർച്ചയായിട്ടും ജനകീയ സമരസമിതിയുടെയും നാടിൻ്റെയും ജനപ്രതിനിധികളുടെ ആവശ്യമാണ്. മലിനീകരണ പ്രശ്നം രൂക്ഷമാകുകയും ജനകീയ പ്രതിഷേധം ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. പിന്നീട് ഈ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇവർ ഈ കമ്പനി തുടങ്ങിയത് കുപ്പിവെള്ളത്തിൻ്റെ ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഇതിന് അനുമതിയൊക്കെ മേടിച്ചത്. പക്ഷേ കട്ടിപ്പാറ പഞ്ചായത്തിന് നോക്കുമ്പോൾ ഇവിടെ ആളുകളോ വീടുകളോ ഒന്നുമില്ല. പക്ഷെ അതിന് തൊട്ടപ്പുറത്ത് ഒരു കോളനി പോലെ തന്നെ ഒരു 500-ഓളം വീടുണ്ടെന്നുള്ളത് ഇവർ അന്വേഷിച്ചിട്ടില്ല. ഫാക്ടറിക്ക് അകത്തേക്കും പുറത്തേക്കും ലോഡുമായി വരുന്ന വാഹനങ്ങൾ കടത്തിവിടാതെയാണ് പ്രതിഷേധം. പ്ലാന്റ് അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, അതിജീവനത്തിനു കൂടി വേണ്ടിയാണ് ഈ സമരം. പിറന്ന മണ്ണിലെ ശുദ്ധജലവും ശുദ്ധവായുവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരം. വരും തലമുറയ്ക്കെങ്കിലും രോഗങ്ങളില്ലാതെ ഈ മണ്ണിൽ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയുള്ള സമരം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളുടെ ദുരിതം അത് കുറേ മാസങ്ങളായി തുടരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകരും പ്രതികരണമൊക്കെ നടത്തുന്നുണ്ട്. അതിലേറ്റവും വായിക്കേണ്ടുന്ന കുറേ പ്രതികരണങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രഷ് കട്ട് കട്ട്സ് ഇൻ ടു ദ ഗട്ട്സ് ഓഫ് ദി ഓർഡിനറി പീപ്പിൾ, ദി ആനിമൽ വേസ്റ്റ് റിയലി ത്രോട്ടിൽസ് ദിയർ ലൈഫ്സ് എന്ന് സദാശിവൻ പിള്ളை പറയുന്നു. അങ്ങനെ ഈ ജനങ്ങളുടെ ഈ പറയുന്ന സ്വൈര്യ ജീവിതത്തിനെ തടസ്സമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന അഭിപ്രായമാണ് കൂടുതലും പേർക്കും ഉള്ളത്. ഇങ്ങനെയൊരു പ്ലാന്റും അത് അനുമതി കൊടുക്കുമ്പോൾ തന്നെ അവിടെ ജനവാസ കേന്ദ്രമാണോ എന്ന് അധികൃതർ ശ്രദ്ധിക്കാതെയാണോ ഇതിന് അനുമതി കൊടുത്തതെന്ന് മിനി ബാബു ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു പ്രതികരണവും അതാണ്. ആദ്യം അനുമതി കൊടുക്കുന്ന സമയത്ത് തൊട്ടടുത്തൊന്നും വീടുകളില്ല, അതുകൊണ്ട് അനുമതി കൊടുത്തു. പക്ഷേ ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു 500 കുടുംബങ്ങൾ അപ്പുറത്തുണ്ട് എന്ന കാര്യം അധികൃതർ ശ്രദ്ധിച്ചില്ല. അതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. അവിടെ ഈ വായുവിലേക്കും ഒപ്പം തന്നെ ഈ പുഴയിലേക്കും ഒക്കെയാണ് ഈ മാലിന്യം ഒഴുകുന്നത്. അതാണ് ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂട്ടണം, അത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയും ചെയ്യാം. ഇനി ഇന്ന് കണ്ട ഏറെ മനസ്സിന് വിഷമമുണ്ടാക്കിയ ഒരു പ്രതിഷേധ സമരപരിപാടിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം 34-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് പുല്ല് തിന്നാണ് ഉദ്യോഗാർത്ഥികൾ അവിടെ പ്രതിഷേധിച്ചത്. ഇതുവരെ ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത് ആശാ വർക്കേഴ്സ് മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വരെയാണ്. അന്ന് മണ്ണ്, ഇന്ന് പുല്ല്, ഇനിയും എത്ര നാൾ? കാണാം തിരുവനന്തപുരത്ത് നിന്നും അജ്മൽ ദിറാർ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം ഇന്ന് 34 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ആദ്യം മണ്ണ് തിന്നവർ ഇപ്പോൾ പുല്ല് തിന്നേണ്ടി വന്നിരിക്കുന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF നൽകിയ ഉറപ്പുകൾ ഇപ്പോൾ പാലിക്കാൻ തങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്ന പ്രധാന ചോദ്യം. LPST റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുന്നത് 2025 മെയ് 31-ന്. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 1 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ നടന്നത് തുച്ഛമായ നിയമനങ്ങൾ മാത്രം. ലിസ്റ്റിന്റെ കാലാവധി ഇനി ഒരു അധ്യയന വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക, പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക, എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടുക, റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അടിയന്തര നിയമനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം തുടങ്ങിയത്. ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മതിലുകൾക്ക് അപ്പുറത്തേക്ക് എത്തുന്നില്ലെന്ന് കണ്ടതോടെയാണ് വ്യത്യസ്ത സമരമുറകളിലേക്ക് ഇവർ കടന്നത്. 34 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത ഇവർ നിരാഹാരം മുതൽ പുല്ല് തിന്ന് പ്രതിഷേധിക്കുക വരെ ചെയ്തു. ഈ സമരങ്ങളുടെ എല്ലാം പിന്നിലെ ഉദ്ദേശം തങ്ങൾ കഷ്ടപ്പെട്ടിടം പിടിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നും സർക്കാർ അടിയന്തര നിയമനം നടത്തുക എന്നതു മാത്രം. എന്നാൽ പഠിച്ചു ജയിച്ചപ്പോൾ ഇവിടെ വന്നിരുന്ന് പുല്ല് തിന്നേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ. ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല, പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരിക്കലും ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പുല്ല് തിന്നേണ്ടി വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും. 2 അധ്യയന വർഷം കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് 1 അധ്യയന വർഷം കൂടിയേ ഉള്ളൂ. ഈ വർഷം നിയമനം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല. ഇതിനിടെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി S വളർമതി അനുഷ്ഠിക്കുന്ന നിരാഹാര സമരം ഇന്ന് 10 ദിവസം പിന്നിട്ടു. നമ്മൾ സമരം നടത്തി 10ാമത്തെ ദിവസം തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നമുക്ക് വാക്ക് തന്നിരുന്നു.
റേഷ്യോ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പ്രപ്പോസൽ തയ്യാറാക്കാം എന്നുള്ള കാര്യം. പക്ഷെ അതൊന്നും തന്നെ അവർ പറഞ്ഞ വാക്കുപോലെ നടന്നില്ല എന്നുള്ള കാര്യം കൂടെ പ്രസക്തമാണ്. 7 തവണ സർക്കാർ സമരസമിതിയുമായി ചർച്ച നടത്തി. എന്നാൽ അപ്പോഴെല്ലാം സർക്കാർ ആവശ്യപ്പെട്ടത് 2 മാസത്തെ സാവകാശമാണ്. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി ആശാവർക്കർമാർ മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രംഗത്തെത്തിയിരുന്നു. അതിനിടെ ഇന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷമുണ്ടായി. സർക്കാർ ജോലി എന്നത് ഒരു പൗരന്റെ അവകാശമല്ലെന്നറിയാം. പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ച് 1ാം റാങ്ക് ലഭിച്ചവർ പോലും നിയമനം ലഭിക്കാൻ സമരം ചെയ്യേണ്ടി വരുന്നത് സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണ്. അത് ഒരു സംവിധാനത്തിൻ്റെ ആകെ പരാജയവുമാണ്. അജ്മൽ ദിറാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.